ഹായ്, ഇന്ന് നമുക്ക് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കിലോയുടെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വാനില കേക്ക്, നല്ല സ്പോഞ്ചായിട്ടുള്ള വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കുക കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെയാണ് ഈ വാനില കേക്കും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്, അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൊടുത്തേക്കാം. പൊടിച്ച പഞ്ചസാര ഒന്ന് കുറച്ചായിട്ട് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റില്ലാത്തൊരു വിസ്ക് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യുന്നത് കുറച്ച് പാടായിരിക്കും. നമുക്ക് മിക്സിയിലിട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങൾ, വെളിച്ചെണ്ണ അല്ലാതെ വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് മിക്സ് ആക്കേണ്ട, എല്ലാം ഒന്ന് മിക്സായി വരിക, അത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. മൈദയിലോട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി, ഇതേ കണ്ടോ, ഒരു വിസ്ക് കൊണ്ട് ഒന്ന് മിക്സാക്കി അരിച്ചൊന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുക. മൈദ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഞാൻ ആ സ്പോഞ്ച് ഉണ്ടാക്കിയ സമയത്ത്, വാനില സ്പോഞ്ച് ഉണ്ടാക്കിയ സമയത്ത് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനിത് സ്കിപ്പ് ചെയ്യാറില്ല, മാക്സിമം ഞാൻ വിനീഗർ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ സോഫ്റ്റാണ്. ഇതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഓക്കെ, നല്ലതാണ് കേക്ക്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ഒരു 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വിനീഗർ. അതിനുശേഷം ഞാൻ ഒരു മോൾഡിലോട്ട് ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിനായിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പാലിലേക്ക് ഫ്രഷ് ക്രീമായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്കും, ഇതിന് ഫ്രഷ് ക്രീമിലും പാലിലും മധുരം ഇല്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ട്രസ്ലെച്ചസ് കേക്ക് എന്നൊക്കെ ഇതിന് പറയാം, അതായത് 3 മിൽക്ക് കേക്ക് അങ്ങനെയൊക്കെ ഇതിന് പറയൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിലരിഞ്ഞ് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ സിറപ്പ് കുടിക്കാൻ തന്നെ എല്ലാം ഒരേ അളവിനാണ് എടുത്തേക്കുന്നത്, ഈ ഫ്രഷ് ക്രീമും പിന്നെന്താ പാലും. ഓക്കെ, അതിനുശേഷം ഞാൻ കേക്കിൽ വെക്കാനുള്ള ക്രീം എടുക്കുകയാണ്. 1/2 കപ്പിൽ നിന്ന് കുറച്ച് താഴെ ക്രീമേ എടുത്തിട്ടുള്ളൂ ഞാൻ. കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക് ക്രീം. അപ്പോൾ ക്രീമൊന്ന് ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ കമഴ്ത്തി തട്ടിയാലും താഴെ വരാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കേക്ക് തണുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ കേക്ക് എന്തായാലും തണുത്ത് ഞാൻ ആ മോൾഡിലോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ സിറപ്പ് അതിലൊഴിക്കുമ്പോൾ അതിൽ ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട്, അതായത് കംപ്ലീറ്റ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് സിറപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് സമയം കൊടുക്കുക. അതൊന്ന് നല്ല ഇറങ്ങി സെറ്റ് ആവണമല്ലോ, കുറച്ച് സമയം കൊടുക്കാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക്, ഞാനിവിടെ ഫ്ലവർ നോസിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോസിലില്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഒരു ഹോൾ ഇട്ടാലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗേ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്രീം അതിൻ്റെ പുറത്ത് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗും നോസിലും ഉണ്ടായിരുന്നത് കൊണ്ട് അതിലോട്ട് വെച്ച് കണ്ടോ, ക്രീം അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ നോസിലല്ലേ, അപ്പോൾ നമുക്ക് നോർമലി അറിയാവുന്ന ഡിസൈൻ എനിക്ക് ഇതാണ്. അപ്പോൾ പിന്നെ അറിയാവുന്നതല്ല, ഈസിയായ ഡിസൈൻ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിൽ.
കേക്കിൽ കംപ്ലീറ്റായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുകൊണ്ടാ നോസിലില്ലാത്തവരാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എന്തേ കണ്ടോ കംപ്ലീറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിരുന്നു എനിക്ക് അത്രയും ക്രീം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അത് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ പിസ്ത ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എൻ്റെ അത് കുറച്ച് കൂടുതൽ പൊടിഞ്ഞു പോയി. പിസ്തയും നട്ട്സൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ പിസ്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ അതിട്ടത്. അതിട്ട് ഒന്ന് അത് നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയൂ കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ, കാരണം അത്രയും നല്ല കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്